സെപ്റ്റംബർ 1 ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പൈസ എനിക്കിപ്പോൾ വേണ്ട, 1 വർഷം കൂടി കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പോൾ സമാധാനമായി. ടൈം ഷോർട്ടനിങ് എന്താണെന്ന് അപ്പം തന്നെ ഞാൻ അനുഭവിച്ചു. ആ പൈസ എടുത്തിട്ട് വീടിൻ്റെ കംപ്ലീറ്റ് പണികൾ ഞാൻ കഴിച്ചു. പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീട് പണിതാ മാത്രം പോരല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, എല്ലാ സാധനങ്ങളും വാങ്ങണം. ലാസ്റ്റ് വീടൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനി എവിടെ നിന്നാണ് എന്നാലോചിച്ച് പ്ലാസ്റ്റിക് കസേര വാങ്ങിയിടേണ്ടി വരാമോ ദൈവമേ വീട്ടിൽ നിന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരാൾ, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ ബന്ധുവാണ്, ഞങ്ങൾ അറിയ പോലുമില്ല, അവരെ വീട്ടിലേക്കുള്ള ഫർണിച്ചറും വീട് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പണിക്കൂലി അടക്കം ഞങ്ങൾക്ക് അയച്ചു തന്നു. വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിച്ചു. ഒക്ടോബർ 26 കാലാവധി തീരും. ഞാൻ അമ്മയോട് പറഞ്ഞു അതിന് മുൻപേ എനിക്ക് താമസിക്കണം. അങ്ങനെ ഒക്ടോബർ 22 അമ്മയുടെ ദിവസമായ ശനിയാഴ്ച പാല് കാച്ചി ഞങ്ങളുടെ വീട്ടിൽ താമസാക്കി.